എയിംസ് അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം എയിംസ് അനുവദിക്കാറുണ്ട്. കാലങ്ങളായിട്ട് സംസ്ഥാന സർക്കാരുകൾ അതിന് ശ്രമം നടത്തിയെങ്കിലും കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളോ പിന്നെ വന്ന BJP ഗവൺമെൻറ്റോ ആദ്യമൊന്നും അതിന് വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയാണ് ആര്? തിരുവനന്തപുരം MP ശശി തരൂരും അദ്ദേഹത്തോട് മത്സരിച്ച് പരാജയപ്പെട്ട് 2ാം സ്ഥാനത്ത് വന്ന BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാക്പോര് തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ വിഷയം ഇന്നലെ നിയമസഭയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നടത്തിയ പ്രസ്താവനയാണ്. വളരെ സന്തോഷത്തോടെ കേരളത്തിന് സ്വാഗതം ചെയ്യാവുന്ന ഒരു കാര്യം ആണ് മന്ത്രി പ്രഖ്യാപിച്ചത്. അതായത് കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. അത് കോഴിക്കോട്ടാണ് സ്ഥാപിക്കുന്നത്. കോഴിക്കോട്ട് ഇതിനകം തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ് 150 ഏക്കർ ഭൂമി കിനാലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്ന് ഇതിനുവേണ്ടി മാറ്റിക്കഴിഞ്ഞു. ഇനി 50 ഏക്കർ കൂടെ ഭൂമി വേണം. 200 ഏക്കർ വേണം ഒരു എയിംസ് സ്ഥാപിക്കാൻ. ബാക്കി 50 ഏക്കർ ഏറ്റെടുക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളം എയിംസിൻ്റെ അടുത്തേക്ക് ഒരു പടി കൂടി എത്തിയിരിക്കുന്നു. അപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുമതിയും കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ വാക്പോരെന്താണ് തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ? അത് തരൂര് ട്വീറ്റ് ചെയ്തത് ഒരു MPക്ക് ഒരു എയിംസ് ഒന്നും സ്ഥാപിക്കാൻ കഴിയത്തില്ല. അതായത് സ്ഥാപിക്കാൻ കഴിയാത്തത് എങ്ങനെ നടന്നില്ല എന്നുള്ളത് കൈയൊഴിയുകയാണ് തരൂര് ചെയ്യുന്നത്. തരൂര് കുറിച്ചത് എക്സിൽ, പഴയ സോഷ്യൽ മീഡിയ ട്വിറ്ററിൽ ഇപ്പോഴത്തെ എക്സിൽ കുറിച്ചത്, ഒരു MP മാത്രം വിചാരിച്ചാൽ തിരുവനന്തപുരത്ത് എയിംസ് ഒന്നും കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതിന് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം എവിടെ വേണം, തിരുവനന്തപുരത്ത് വേണോ, കൊച്ചി വേണോ, കോഴിക്കോട് വേണോ, എവിടെ എടുക്കുന്ന തീരുമാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അത് കേന്ദ്രത്തെ അറിയിക്കും. കേന്ദ്രം അതിന് അനുമതി കൊടുത്താൽ അവിടെ എയിംസ് ഉയർന്നു വരും. ഇതാണ് തരൂരിട്ട പോസ്റ്റിൻ്റെ ട്വീറ്റിൻ്റെ ഉള്ളടക്കം. ഇത്രയുമാണ്. അപ്പം അതിന് മറുപടിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നിട്ട് ഒരു കസർത്ത് കളിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, തിരുവനന്തപുരത്ത് MP ആയിട്ട് 15 കൊല്ലം ഇരുന്ന ആളല്ലേ ശശി തരൂര്, ഇപ്പം 16ാം കൊല്ലത്തിലേക്ക് എത്തുന്നു, 4ാമതും ജയിച്ചു. ഇതുവരെ തമ്മിലുള്ള പോരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി ശശി തരൂര്? ബാഴ്സലോണ ട്രിവാൻഡ്രം ടിൻ സിറ്റി എന്ന് പറഞ്ഞ് എന്തായി? ഒന്നും ആയില്ല. പിന്നെ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് 15 കൊല്ലമായിട്ട് MP എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റി ശശി തരൂരിന്? എന്നിട്ട് ഇപ്പോൾ എയിംസിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സാങ്കേതികത പറഞ്ഞിട്ട് എന്താ കാര്യം? തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് തന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം തുടർന്നും ചെയ്യും, തോറ്റുപോയെങ്കിലും തുടർന്നും ചെയ്യും എന്നാണ് ആ കുറിപ്പിൽ, മറുപടി കുറിപ്പിൽ രാജീവ് ചന്ദ്രശേഖർ രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള പോരായിട്ട് മാറിക്കഴിഞ്ഞു. സർക്കാർ കാര്യമായിട്ട് എല്ലാം ഫയലുകൾ നീക്കി കിനാലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഭൂമി എയിംസിന് മാറ്റാൻ നടപടികളായി കഴിഞ്ഞു. കേന്ദ്രം അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കോഴിക്കോട്ട് കിനാലൂരിലായിരിക്കും എയിംസ് ഉയർന്നു വരിക. ലോക നിലവാരമുള്ള ഒരു ആരോഗ്യ സ്ഥാപനം അല്ലെങ്കിൽ ആശുപത്രി സമുച്ചയം ഉയർന്നു വരിക. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകും. പിണറായി 2ാം സർക്കാർ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി 50 ഏക്കർ കൂടി ഏറ്റെടുത്താൽ മതി. പക്ഷേ ഇവിടെ പ്രശ്നം രാജീവ് ചന്ദ്രശേഖരും തരൂരും തമ്മിൽ അത് നടക്കട്ടെ. തരൂർ എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നതിൽ ഒരു ചോദ്യമുണ്ട്. അതിൽ 15 കൊല്ലം MP ആയിട്ടിരുന്നിട്ട് തരൂർ എന്ത് ചെയ്തു തിരുവനന്തപുരത്തിന് വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ വീണ്ടും ജയിച്ചു വന്നത് എങ്ങനെയാണെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. അതായത് BJP 2ാം സ്ഥാനത്ത് വരുന്ന ഒരു മണ്ഡലം, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ജയിക്കാതിരിക്കാൻ ഇടതുപക്ഷ വോട്ടുകളിൽ നല്ലൊരു പങ്ക് വോട്ടുകൾ ഈ കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പിലും ശശി തരൂരിന് കിട്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന നഗ്നമായ സത്യമാണ്. അപ്പം തരൂര് ജയിച്ചത് കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രമല്ല. ഇത്തവണയും തരൂരിൻ്റെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞ് 16,000-ൽ പര വോട്ടേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. രാജീവ് ചന്ദ്രശേഖർ തൊട്ടടുത്ത് വന്നു, നെക്ക് വന്നു, പോരാജോവാൽ എത്തിയതുപോലെ. പക്ഷേ അതിനേക്കാളും അടുത്ത് നെക്ക് വന്നു. പക്ഷേ
അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല. തരൂർ 4-മതും ജയിച്ചു. ആ തരൂരിന് ഇടതുപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും കിട്ടിയത് കൊണ്ടാണ് ഈ 16,000-ത്തിനെങ്കിലും ജയിക്കാൻ സാധിച്ചത്. അത് തരൂര് മറന്നുപോകരുത്. അപ്പൊ ഈ തിരുവനന്തപുരത്ത് വന്ന് ഈ ഷോ കാണിക്കുന്ന കൂടാതെ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം അത് ആരുന്നയിച്ചാലും, BJP ഉന്നയിച്ചാലും, രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചാലും, ഇടതുപക്ഷം ഉന്നയിച്ചാലും അതിന് ഉത്തരം പറയേണ്ടുന്ന ബാധ്യത ശശി തരൂരിനുണ്ട്. അതിൽ സാങ്കേതികത പറഞ്ഞിട്ട് എയിംസ് കോഴിക്കോട്ടേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുപോയി അവർ ആ ഒരു പേരാണ് കേന്ദ്രത്തിൽ കൊടുത്തത്, അത് കേന്ദ്രം അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന ഒരു കുറ്റബോധം ശശി തരൂരിന്റെ ട്വീറ്റിലുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് മുന്നോട്ട് പോയത്. ശശി തരൂർ എന്ന MP കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതുപോലെ ഇപ്പൊ വന്ന് ഈ കോലാഹലം കൂട്ടുന്ന രാജീവ് ചന്ദ്രശേഖർ ഇത്രയും കാലം എവിടെയായിരുന്നു? മലയാളിയായ അദ്ദേഹം തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ഇപ്പൊ എന്തൊക്കെയോ മോഹന സ്വപ്നങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എയിംസിന്റെ വിവാദം അതൊരു വഴിക്ക് നടക്കട്ടെ, പക്ഷെ എയിംസ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്.